Hello friends, I am Joy Telagadan, my YouTube channel Joy's Kitchen. ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എന്താ പറയുക, എല്ലാവരും വളരെ ഈസിയായിട്ട് കാണാത്തതും ആയിട്ടുള്ളൊരു ഇതാണ്. ഇതൊരു സ്ത്രീകൾക്കൊക്കെയാണ് ഇതിനകത്ത് 7 ഹെൽത്തിയുടെ ടിപ്സ് ഉണ്ട്. ഇതിനകത്ത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇത് കഴിച്ചാൽ അതിൻ്റെ എന്താ പറയുക, ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടായിട്ട് ഡോക്ടർമാർ തന്നെ പറയുന്നതാണ്. പക്ഷേ ഇത് എല്ലാവരും ഈസിയായിട്ട് തള്ളുന്ന ഒരു ചെടിയാണ് ചൊറിഞ്ഞെണ്ണ. നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്നതാണിത്. ഇതിപ്പോൾ ഇവിടെ സമ്മർ ആരംഭിച്ചായിരുന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കുറച്ച് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. അതായത് ചീരത്തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കടുകൊക്കെ മൂപ്പിച്ച് തേങ്ങയൊക്കെ ഇട്ട് ഒരു അടിപൊളിയായിട്ടൊരു തോരൻ ഉണ്ടാക്കാം. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിൽ പറിച്ചെടുക്കുമ്പോൾ കൈ ചൊറിയും, ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂമ്പ്, അതായത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഇതിന് കുറയും. അപ്പം ഈ ഒരു പാകം ഇളം പ്രായം കണ്ട, അതായത് ഇതിനിങ്ങനെ നുള്ളി എടുത്തിട്ട് ഇത് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ചൊറിച്ചിൽ കുറയും. പിന്നെ നമ്മൾ ഈ ഗ്ലൗസ് ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കുക്കിംഗ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫസ്റ്റിൽ ഇപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനോട് വെള്ളം ഒഴിച്ച് കുറച്ച് സാൽറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വെളിയിലേക്ക് നിൽക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വിഷമായിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഇത് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് ഇച്ചിരി നേരം വച്ചിട്ട് അത് ചെറുതായിട്ട് എടുത്ത് അതെങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത് നല്ലതാണ് ചൊറിയണം. ആനച്ചൊറിയുന്നെന്ന് അതിന് ശരിക്കും പറയുന്നത് നമ്മുടെ നാട്ടിൽ. ഇത് നമ്മൾ ഒരു സാധാ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിനകത്ത് കുറച്ച് നേരം മുക്കിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ചൊറിച്ചിലൊക്കെ കുറയും. അപ്പോൾ ഈ ചൊറിയണം നമുക്ക് നിസ്സാരമാണെങ്കിലും ഇത് വളരെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലത്തോരനാണിത്. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തോരനാണ്. അപ്പം തോരൻ ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഇതിങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കൂമ്പ്, നല്ലതിൻ്റെ കൂമ്പൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല കൂമ്പ് നോക്കണം, നമ്മൾ നോക്കിയതിനകത്ത് എങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിത് നമ്മൾ പയറിൻ്റെ ഒക്കെ ഇല അരിയുന്ന പോലെ വച്ചേ അതുപോലെ തന്നെ ഇരിക്കും. ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇതേപോലെയാണ് അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ, കിഡ്നി ശുദ്ധീകരിക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. ഇത് തിളപ്പിച്ച് കുടിച്ചാലും തോരൻ വെച്ചാലും നല്ലതാണ്. തോരനാണ്, സൂപ്പറാണിത്. ഇത് തണുപ്പ് കാലത്തൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കാൽസ്യം കൂടുതലുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ വാദത്തിന് നല്ലതാണ് ഈ തോരൻ. അതേപോലെ തന്നെ രക്തം വർദ്ധിക്കാൻ നല്ലൊരു ഐറ്റംസാണിത്. അതേപോലെ തന്നെ കൊളസ്ട്രോളിന് നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഉപകാരപ്പെട്ടൊരു ഒരു ഫുഡാണിത്. ഇത് സ്ത്രീകൾക്ക് ആർത്തവ പ്രശ്നങ്ങൾ പലരിലും ഉള്ളതാണ് സ്ത്രീകളിൽ. അപ്പോൾ അതിൻ്റെ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ഇലത്തോരൻ കഴിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ സ്ത്രീകൾക്ക് നല്ലൊരു പലരും ഒരുപാട് എന്താ പറയുക, ഇതിനൊക്കെ വേണ്ടി ഒത്തിരി പണം കൊടുക്കുന്നില്ല. അപ്പം ഇത് നല്ലൊരു ഐറ്റംസാണ് വണ്ണം കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഗ്യാസ്, അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. ഇത് തോരൻ വെച്ച് കഴിക്കാം. അതിൻ്റെ ഇതിനുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അതേപോലെ തന്നെ എന്താ പറയുക, എല്ലിൻ്റെ കാൽസ്യത്തിന് നല്ലൊരു ഗുണം ചെയ്യുന്ന ഒരു ഇതാണ്. ഞാനിതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇത് ഇട്ട് തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുവാനും, നിങ്ങളിത് ഈ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് അതേപോലെ തന്നെ ഇത് ഷെയർ ചെയ്യണം. എനിക്ക് വേണ്ടി കൂടുതൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് ഇടണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തോരൻ വയ്ക്കണമെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഈ ചൊറിഞ്ഞെണ്ണ തോരൻ റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനകത്തേക്ക് ഞാൻ കടുക് 1 സ്പൂണ്, വലിയ ടേബിൾ സ്പൂൺ കടുകും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
ഞാൻ അതിനകത്തേക്ക് ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ച് കുറച്ച് ഒരു 8 വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഗാർലിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അര ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അര ടേബിൾ സ്പൂണ് കുറുക്കും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ സാൾട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇവിടെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മസാലയൊക്കെ മൂത്തു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഞാനിവിടുത്തെ ഇത് എന്താ ചൊറിഞ്ഞെണ്ണ തോരൻ വയ്ക്കാനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സവാള, വെളുത്തുള്ളി, സവാള ഒരു 2 സവാള, വെളുത്തുള്ളി ഒരു 8 അല്ലി, അതേപോലെ തന്നെ 2 വലിയ ഉണക്കമുളക്, വേപ്പില, ഇത്രയുള്ള ഐറ്റംസൊക്കെയാണ്. കടുക്, ഉഴുന്ന്, ഇത്ര ഐറ്റംസാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് ഇതേപോലെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൊറിഞ്ഞെണ്ണ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. 10 ആരോഗ്യ ഗുണങ്ങളാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്, അതിൽ കൂടുതലുണ്ട് ഇതിന്. അപ്പം ഇത് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ തോരനിലേക്ക് ഒരു തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കിട്ടും. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഉണ്ടോ അങ്ങനെ ചൊറിഞ്ഞെണ്ണ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ നല്ല അടിപൊളിയായിട്ടല്ലേ വേണ്ട. ഇതുണ്ടാക്കി എങ്ങനെ ഇരിക്കും, വളരെ ടേസ്റ്റാണ്. നമ്മളിത് എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കിയാൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. ഉണ്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിലെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കിടക്കുന്നിട്ട് നമ്മൾ അതൊക്കെ യൂട്യൂബിലിടാം. ചൊറിഞ്ഞെണ്ണ തോരൻ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ഈ പയറിൻ്റെയൊക്കെ ഇല തോരൻ വെച്ച പോലെയുണ്ട്. വളരെ ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നിങ്ങളിത് ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ചൊറിഞ്ഞെണ്ണയാണ് സൂക്ഷിക്കണം. അതിനകത്ത് ഒത്തിരി പുഴുക്കൾ കാര്യങ്ങളൊക്കെ എപ്പോഴും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നോക്കിയെല്ലാം കൈകാര്യം ചെയ്യണം. അത് കട്ടി കൂടിയ തണ്ടെടുക്കരുത്. അതിൻ്റെ വളരെ തലയ്ക്കുള്ള നല്ല ഇലകളൊക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് അടുത്ത് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്ത് സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ പറഞ്ഞു തരും. അതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.